ഹലോ, എല്ലാവർക്കും നമസ്കാരം. 7ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം ഭാഗം 1-ലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. ഇവിടെ കൊടുത്ത തമിഴ് വരികൾ വായിച്ചു നോക്കാം. കോനേറി വാഴും കുറുകായ് പിറപ്പേനെ, തിരുവേങ്കട ചൂനയിൽ മീനായി പിറക്കും, വേങ്കടത്ത് ചെമ്പകമായി നീർക്കും, വെങ്കടമലയമേൽ തമ്പകമായി കോയിലിൻ വാസലിൻ പടിയായി കിടന്നും. കുലശേഖര ആഴ്വാർ പെരുമാൾ തിരുമൊഴി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. തിരുവേങ്കടമലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി എന്നതാണ്. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾക്ക് അമ്പലത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗമായി ജനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണല്ലേ. ഒരു പ്രാവായോ, അതല്ലെങ്കിൽ ആ അമ്പലക്കുളത്തിലൊരു മീനായോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൂവായോ, അതല്ലെങ്കിൽ അവിടെയുള്ള ഒരു തൂണായെങ്കിലും ജനിച്ചാൽ മതി ആയിരുന്നു എന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ വരികളിലെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഭക്തി എന്നത് എന്താണ്? ദൈവത്തിന് സമ്പൂർണ്ണമായ ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നാം ഭക്തി എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടായി വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ 2 ഭക്തകവികൾ. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. അതായത് മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ രണ്ട് തരത്തിലുള്ള ഭക്തരുണ്ടായിരുന്നു. ഒന്ന് ശിവഭക്തരും വിഷ്ണു ഭക്തരും. ഇതിൽ വിഷ്ണു ഭക്തരായി അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? ആഴ്വാർമാർ എന്നതും ശിവഭക്തർ അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? നായനാർമാർ എന്നുമായിരുന്നു. ഇനി ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ഓരോ വ്യക്തിക്കും, ഏതൊരു സാധാരണക്കാരനും ആലപിക്കാൻ പറ്റുന്നതും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുമായിരുന്നു ഭക്തി കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവുമാണ് ഓരോ കവിതയിലൂടെയും കവികൾ എന്ത് ചെയ്യുന്നത്? സമർപ്പിച്ചിരിക്കുന്നത്. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന ഓരോ കവിതകളിലും നമുക്ക് ഓരോ രചനയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചിരുന്നു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 വിദ്യാപ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ തിരുമുറകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഇനി നമ്മൾക്ക് ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ച് പഠിക്കാം. ഇതിൽ നമ്മൾ ഭക്തിപ്രസ്ഥാനം 2 ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് വിഷ്ണു ഭക്തർ അറിയപ്പെടുന്നത് ആരാ? ആഴ്വാർമാർ എന്നും, ശിവഭക്തർ നായനാർമാർ എന്നാണ് അല്ലേ. അപ്പോൾ ഈ ആഴ്വാർമാരിലെ പ്രധാനപ്പെട്ട കവികൾ കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നാമാഴ്വാർ, ആണ്ടാൾ. ഇനി ശിവഭക്തരായിട്ടുള്ള നായനാർമാർ ആരൊക്കെയാണെന്ന് നോക്കാം.
കാരയ്ക്കൽ അമ്മയാർ, അപ്പർ സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. അടുത്ത നോക്കാം. ദക്ഷിണേന്ത്യൻ ഭക്തിപ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? കുറിപ്പ് തയ്യാറാക്കുക. നോക്കൂ, ഒരു ജനകീയ പ്രസ്ഥാനമാണ് തമിഴ്നാട്ടിൽ രൂപം കൊണ്ട ഭക്തിപ്രസ്ഥാനത്തിൽ. ആഴ്വാർമാരും നയനന്മാരും പ്രാദേശിക ഭാഷകളിലാണ് ഭക്തിഗാനങ്ങൾ രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭക്തി വർദ്ധിക്കുകയും ഇത് സാധാരണക്കാരെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തു. അനാചാരങ്ങളും അസമത്വങ്ങളും കുറച്ചുകൊണ്ട് ജാതിഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കിയത് ഭക്തിപ്രസ്ഥാനമാണ്. അടുത്തത് നോക്കാം. ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത ഈ ഭക്തിപ്രസ്ഥാനം ക്രമേണ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ആ വ്യാപിക്കാൻ തുടങ്ങണമെങ്കിൽ അവിടെ കുറച്ച് പ്രചാരകർ ഈ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ ഉണ്ടായിരിക്കും. അപ്പം അവരെക്കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആളാണ് ബസവണ്ണ. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹിയ. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. നമുക്ക് ചിത്രം നോക്കാം, അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. നമുക്ക് ആദ്യം അനുഭവ മണ്ഡപം എന്താണെന്ന് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡലത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അതായത് അനുഭവ മണ്ഡപം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്യണം. അതായത് ആത്മീയ കാര്യങ്ങൾ കൂടാതെ അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടെ എല്ലാവർക്കും അവരുടെ അഭിപ്രായം പങ്കുവയ്ക്കുവാനുള്ള ഒരു അവസരം കൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അനുഭവ മണ്ഡലത്തിൽ. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ലാതെ, അതുപോലെ ജാതി മതവ്യത്യാസമില്ലാതെ തന്നെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നു. ആദ്യം ആളുകളുടെ അഭിപ്രായം നോക്കാം. ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ എന്നും ചോദിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്ന മറുപടി, ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയുകയും അതുപോലെ ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ വ്യക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശൈശവ വിവാഹത്തെക്കുറിച്ച് സാമൂഹ്യ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവ മണ്ഡപത്തിൽ നിന്നും അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു, ലിംഗവിവേചനം ഉണ്ടായിരുന്നു, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു, ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല. ഇതായിരുന്നു അന്നത്തെ സാമൂഹിക അവസ്ഥയിലുണ്ടായിരുന്നത്. 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് വീരശൈവ പ്രസ്ഥാനം. ഇനി വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. 2. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു.
തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി ബസവണ്ണയുടെ സന്ദേശങ്ങൾ നമുക്ക് നോക്കാം. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ബസവണ്ണയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ? ഇനി വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 12ാം നൂറ്റാണ്ടിൽ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവേചനങ്ങളെ തുടച്ചു നീക്കുവാനും സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവ ഉറപ്പുവരുത്താൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും വീരശൈവ പ്രസ്ഥാനം ചോദ്യം ചെയ്തിരുന്നു. ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക, ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്യുക, ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക, തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ബസവണ്ണയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത ഒരു പ്രചാരകനാണ് കബീർ. മാനവ മൈത്രിയുടെ പ്രചാരകൻ എന്നാണ് കബീർ അറിയപ്പെട്ടിരുന്നത്. അള്ളാ, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകളുണ്ടനവധി. പൊന്നുരുക്കി പണിതരാം വളകൾ മോതിരങ്ങളും പൊന്നു തരാനല്ലയോ. വൈചാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണിവ. ഇനി നമുക്ക് കബീറിനെക്കുറിച്ചും കബീറിൻ്റെ കീർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാം. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം അതിനെ എതിർത്തിരുന്നു എന്നാണ്. മതങ്ങളുടെ ബാഹ്യാരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോശമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ കൂടി വായിക്കൂ. അതായത് കബീർ തൻ്റെ കീർത്തനങ്ങളിലൂടെയാണ് ഭക്തി സൂഫി പ്രസ്ഥാനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ദൈവത്തിനോടുള്ള ഭക്തി രൂപത്തിലാണ് ചെയ്തത്? പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ജാതിയെയും മതത്തെയും എതിർക്കുകയും അരൂപിയായ ഒരൊറ്റ വിശ്വാസം, ഒരൊറ്റ ദൈവത്തിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദുവോ മുസൽമാനോ എന്നോ ഒന്നില്ല. അവിടെ മനുഷ്യൻ എന്ന് മാത്രം. ഒരേ മണ്ണുകൊണ്ട് തന്നെയാണ്. അതായത് ഹിന്ദുവും മുസൽമാനും എന്ന് വേറെ വേറെ ഇല്ല. ഒരെണ്ണേ ഉള്ളൂ, അത് മനുഷ്യനാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അദ്ദേഹം എതിർത്തിരുന്നു. കാരണം അത് അർത്ഥശൂന്യമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അരൂപിയായ ഒരു രൂപമില്ലാത്ത ഒരു ദൈവത്തിലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് നോക്കാം. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ,
വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ട് രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരുമൊക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്കു വേണ്ട. കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും നമ്മൾ വായിച്ചു അല്ലേ? ഇനി നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കബീറിൻ്റെ ദോഹയെക്കുറിച്ചിട്ടും നമ്മൾക്ക് കഥാസന്ദർഭത്തിൽ വായിച്ചെന്തൊക്കെയാണെന്ന് നോക്കാം. ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. മതബാഹ്യാരാധന ക്രമങ്ങളെ എതിർത്തിരുന്നു. വിഗ്രഹാരാധന, മരണാനന്തര ചടങ്ങുകൾ എന്നിവയെ എതിർത്തിരുന്നു. ജനങ്ങൾക്കിടയിൽ സമത്വചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു ചർച്ച സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അതായത് ജനങ്ങൾക്കിടയിൽ സമത്വചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു. ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഹിന്ദു മുസ്ലിം സഹോദര്യത്തിനു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയ അർത്ഥശൂന്യവുമാണെന്നും ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തെയും അദ്ദേഹം എതിർത്തു. മതപാരമ്പര്യങ്ങളെയും മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം നിരാകരിച്ചു. ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത പ്രചാരകനായ ഗുരുനാനാക്കിനെ കുറിച്ച് പറയാം. സ്നേഹവും സഹോദര്യവും. ഗുരുനാനാക്കും ഭായി മർദാനിയും ഒരിക്കൽ സഞ്ജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്തെ കൊള്ളയടിക്കുന്നത് അന്യായമാണെന്ന് അർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സഞ്ജൻ തഗിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സഞ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്നും നമുക്ക് എന്തെല്ലാം ആശയങ്ങളാണ് ലഭിച്ചതെന്ന് നോക്കാം. തൻ്റെ പ്രാർത്ഥനാഗാനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നേർവഴി കാട്ടുന്നു. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.